കഴിഞ്ഞ വളരെ കുറച്ച് ദിവസത്തിനുള്ളിലാണ് CPI ബന്ധം വഷളായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയും തൊട്ടു പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ മറുപടിയും അതിനു പിന്നാലെ CPI നേതാക്കൾ ഈ വിഷയം ഏറ്റുപിടിക്കാൻ തുടങ്ങിയതോടെയാണ് ചർച്ച വലുതായി മാറിയിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയാണ് ഇപ്പോഴത്തെ മുഖ്യ വിഷയം. CPIയുടെ മുഖപത്രത്തിൽ പോലും ഇത് സംബന്ധിച്ച് CPI നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. കൂട്ടായ പ്രവർത്തനമാണ് ഒരു മുന്നണി എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇടതുമുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസ്താവനയെന്നാണ് സത്യൻ മൊകേരി, അതായത് CPI നേതാവായ സത്യൻ മൊകേരി പറയുന്നത്. അത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ തന്നെ വല്ലാത്ത തരത്തിലാണ്. അതായത് യജമാനൻ ഭൃത്യൻ എന്ന ഒരു സങ്കല്പം ഒരിക്കൽ പോലും മുന്നണിയിൽ പാടില്ല എന്നാണ്. എല്ലാം CPM പറയുന്നത് അതേപടി CPI കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനാകില്ല എന്നും CPIയുടെ മറ്റു ചില നേതാക്കന്മാരും പറയുന്നു. എന്തായാലും വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. സ്പീക്കർക്ക് ഒരു കുറിപ്പ് നൽകി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി അതിലേക്ക് ആളെത്തപ്പെടും എന്നായിരുന്നു. അത് CPM തന്നെയായിരിക്കും ആ പദവി ഏറ്റെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാണ് CPI നേതാക്കന്മാരെ ചൊടിപ്പിച്ചത്. ആദ്യം ബിനോയ് വിശ്വം ഇത് സംബന്ധിച്ച മറുപടി നൽകി. തൊട്ടു പിന്നാലെ ഓരോ നേതാക്കന്മാരും അവരുടെ മറുപടികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവരുടെ മുഖപത്രമായ ജനയുഗത്തിൽ തന്നെ വലിയ വാർത്തയായി പ്രശ്നങ്ങൾ വരുന്നു. ഒരു സങ്കീർണമായ പ്രശ്നമാണെങ്കിൽ തന്നെയും ഇതിലേക്ക് തൽക്കാലം CPMൻ്റെയോ CPIയുടെയോ മുതിർന്ന നേതാക്കന്മാർ ചർച്ചയ്ക്ക് തയ്യാറായി വന്നിട്ടില്ല. ദേശീയ നേതൃത്വം ഇടപെടും എന്നുള്ള പ്രതീക്ഷയാണ് CPIക്ക് ഉള്ളത്. കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള ഒരു കാര്യവും ചർച്ചയായിട്ടില്ല എന്ന് തന്നെ CPI നേതാക്കൾ പറയുന്നു. അന്ന് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങൾക്കിടയിൽ വരാൻ പോകുന്ന 38 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വിജയിക്കാൻ ആവശ്യമായ തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുമുള്ള നിർദ്ദേശങ്ങളായിരുന്നു കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് CPI നേതാക്കൾ പറയുന്നത്. എന്നാൽ സംഭവങ്ങളൊക്കെ ഇപ്പോൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയപരമായി വലിയ തരത്തിലെ ചർച്ചയായി മാറിയിരിക്കുകയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി. അതേസമയം CPIM പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷ ഉപനേതാവ് പദവി കോടിയേരി ബാലകൃഷ്ണനാണ് വഹിച്ചിരുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. ആ കീഴ്വഴക്കം അതേപടി പിന്തുടരാനാണ് ഇപ്പോൾ CPIM ആലോചിക്കുന്നത് എന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ രാഷ്ട്രീയത്തിനും അപ്പുറം ജനങ്ങളുടെ ഇടയിൽ പോലും ചർച്ചയായി മാറപ്പെടുന്നു. ഇന്ന് സത്യൻ മൊകേരി എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് എന്ന് തന്നെ പറയാം. സാധാരണഗതിയിൽ CPIയുടെയും ബന്ധങ്ങളൊക്കെ അങ്ങനെ വലുതായിട്ട് വഷളാകാതെ സൂക്ഷിക്കുന്നതാണ് മുതിർന്ന നേതാക്കൾ. അതിനും അപ്പുറത്തേക്ക് 2 പടവുകൾ കൂടി കടന്നായിരുന്നു സത്യൻ മൊകേരി പറഞ്ഞത്. കൃത്യമായി പറഞ്ഞാൽ മുന്നണിക്കകത്ത് ആ ചേട്ടാനുജന്മാരെന്നോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ പാർട്ടികളെന്നോ എന്നൊരു പ്രത്യേകതയില്ല. ഒരു കൂട്ടായ്മയാണ് മുന്നണി എന്ന് പറയുന്നത്. ആ മുന്നണി സംവിധാനത്തെ പോലും തകർക്കുന്ന തരത്തിലായിപ്പോയി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന എന്നാണ് സത്യൻ മൊകേരി പറയുന്നത്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുമായിരുന്നു, ചർച്ച ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും CPI പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ചില കോണുകളിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രസ്താവന വന്നത്. വരും ദിവസങ്ങളിൽ ഇത് എത്ര കണ്ട് ചർച്ചയായി മാറപ്പെടും, ഇതിൻ്റെ വിഷയങ്ങൾ എത്ര കണ്ട് വഷളാവും എന്നൊക്കെ പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് CPI നേതാക്കൾ പറയുന്നത്.
കാരണം CPIയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കാരണം പരാജയം വലിയ പരാജയമായിരുന്നു. ആ പരാജയത്തിൻ്റെ കാര്യങ്ങൾ പോലും ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇടതുമുന്നണിയോ അതല്ലെങ്കിൽ CPIഎമ്മോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് CPIയുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. നിലവിലെ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല എന്ന് മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി AKG സെൻറ്ററിലെത്തിയിട്ട് പ്രതിപക്ഷ ഉപനേതാവ് പദവി അവർക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടതാണെന്നും പറയുന്നു. പക്ഷേ ഈ ആവശ്യങ്ങൾ കൃത്യമായി മുഖവിലേക്കെടുക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ നടത്താൻ CPIഎം തയ്യാറായില്ല എന്നാണ് CPIയുടെ പരാതി. എന്തായാലും CPIയുടെ ഓരോ നേതാക്കന്മാരും ഈ വിഷയം ഏറ്റെടുത്ത് വലിയ ചർച്ചയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം കാണുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലാണ് കേരളം. നേതാക്കന്മാരും ഇത് കാര്യമായി ശ്രദ്ധിക്കുന്നതുമില്ല. എങ്കിൽ തന്നെയും പരാതികൾ ഒപ്പം തന്നെ ഓരോ ദിവസവും വ്യത്യസ്തമായ പരാതികളായി ഈ പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ട് തന്നെ ഉയർന്നു വരികയാണ്. നിലവിലെ സാഹചര്യത്തിൽ വല്ലാതെ അകന്നു എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. ചെറിയ പ്രശ്നങ്ങളായിരുന്നു, അത് അന്നേ സംസാരിച്ച് തീർക്കാവുന്നതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇടതുമുന്നണി കൺവീനർ പറയേണ്ട കാര്യം പ്രതിപക്ഷ നേതാവ് എന്തിനു പറയുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം. ആ ചോദ്യമായി തന്നെ അവർ ഉന്നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും CPI വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ. മാത്രവുമല്ല, ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇടപെട്ട് ദേശീയ തലത്തിൽ ചർച്ച ചെയ്ത് പ്രതിപക്ഷ ഉപനേതാവ് പദവി സ്വന്തമാക്കുക എന്ന നിലപാടിൽ തന്നെയാണ് CPI ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വളരെ കാലതാമസമൊന്നുമില്ല. പരിഹാരം കണ്ടെത്തുവാൻ ഒട്ടുമേ താമസവുമില്ല. അങ്ങനെ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇടതുമുന്നണി കൺവീനർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും വൈകാതെ തന്നെ ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകാനാണ് സാധ്യത.